ന്യൂനപക്ഷങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുമ്പോഴും കടുത്ത മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. ചേർത്ത് നിർത്തുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകി ഒപ്പം നിർത്താൻ CPIM ശ്രമിക്കുന്നത് എന്നതാണ് ഇനി പരിശോധിക്കുന്നത്. വെള്ളാപ്പള്ളി കാറിൽ കയറിയത് മഹാ അപരാധമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തും. പരിപാടിയിലേക്ക് പോകാൻ ഒരുമിച്ചു വന്നു. അതിൽ എന്താണ് തെറ്റെന്നും തൊട്ടുകൂടാൻ പറ്റാത്ത ആളാണോ വെള്ളാപ്പള്ളി നടേശൻ എന്ന ചോദ്യവും ആയിരുന്നു ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രി പിണറായിയിൽ നിന്ന് കേട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നല്ലോ. അത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. അതിന്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവിൽ സ്വീകരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നത് തന്നെയാണ് പൊതുവെ LDF എന്ന തരത്തിൽ തന്നെ കണ്ടിട്ടുള്ളത്. ആ വിശദമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരേ പ്രായക്കാർ, അതിനേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ. അതിനകത്ത് എന്താ വേറൊരു അപാകതയുള്ളത്? അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല. പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നടത്തിയ നിരവധി പ്രസ്താവനകളുണ്ട്. അതിൽ തന്നെ ഒരു പ്രസ്താവന, അതൊന്ന് പ്രേക്ഷകർ കേട്ടുനോക്കൂ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ അങ്ങേയറ്റം, അതായത് കേരളത്തിൻ്റെ മത സാമുദായിക സമവാക്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ മതസ്പർദ്ധ പോലും ഉണ്ടായേക്കാം എന്ന തരത്തിൽ വിമർശകർ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട പരാമർശം പലപ്പോഴായി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ നേരത്തെ ന്യൂസ് ടെൻസ് തന്നെ ഈ തോൽവിയിൽ വെള്ളാപ്പള്ളി നടേശനും പങ്കുണ്ടോ എന്ന ചോദ്യം അന്ന് സംശയമായി തന്നെ ഉന്നയിച്ചത്. അത് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആവർത്തിച്ചു പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതായത് ഈ ന്യൂനപക്ഷ ഏകീകരണത്തിന് ഉത്തരവാദിയായത് വെള്ളാപ്പള്ളി നടേശനാണോ എന്നതാണ്. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കാർ യാത്ര, അത് മുസ്ലിം വിഭാഗത്തെ എതിരാക്കി. അതിലാണ് പിണറായി വിജയൻ മറുപടി നൽകിയത്. മലപ്പുറം പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണ്, അവിടെ പേടിയോടെയാണ് മറ്റുള്ളവർ കഴിയുന്നത് എന്ന പരാമർശം. പിന്നാക്കക്കാർക്കൊന്നുമില്ല, ഈഴവർക്ക് സ്വന്തമായി വായു പോലും ശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ്. ഇങ്ങനെ കടുത്ത അവഗണന ഈഴവർ നേരിടുന്നു എന്നത് അടക്കവും, അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗങ്ങളെ വലിയ തോതിൽ പ്രീണിപ്പിക്കുകയാണ് എന്നതും ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതുകൊണ്ട് തന്നെയാണ് ഈ തോൽവിയിൽ, അതായത് ഇടതുപക്ഷത്തിനുണ്ടായ തോൽവിയിൽ വെള്ളാപ്പള്ളി നടേശന് പങ്കുണ്ടോ എന്ന സംശയം ഞങ്ങൾ നേരത്തെ ന്യൂസ് ടെൻസിൽ തന്നെ പങ്കുവച്ചത്. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വെള്ളാപ്പള്ളി നടേശന് തള്ളിപ്പറയാൻ ഒരുക്കമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലും വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് വയ്ക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടായത്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അവിടെ ശരണ്യ സ്നേഹജനിലേക്ക് ഞാൻ പോകുമ്പോൾ, ശരണ്യ, അല്പസമയം മുമ്പ് VV അരുൺ സൂചിപ്പിച്ച ഒന്നുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിയാൽ അത് ഇടതുപക്ഷത്തിന് ഗുണമാകില്ല എന്നൊരു തിരിച്ചറിവുണ്ടാകുന്നു. അതേസമയം ഭൂരിപക്ഷത്തെ മാറ്റി നിർത്തുക എന്നതും പ്രായോഗികമല്ല. ഭൂരിപക്ഷത്തിലെ വോട്ടുകൾ ഇപ്പോൾ ചിതറിപ്പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും ഈഴവ വോട്ടുകളെ ഒരുമിപ്പിച്ച് നിർത്താൻ ശേഷിയുണ്ട് SNDPക്ക്, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മാറ്റി നിർത്തിയാൽ അത് വരും തെരഞ്ഞെടുപ്പുകളിൽ പോലും ചില തിരിച്ചടികൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് മറ്റു വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ വെള്ളാപ്പള്ളിയെ തൽക്കാലം തള്ളിപ്പറയേണ്ടതില്ല എന്ന ഒരു സമീപനത്തിലേക്കാണോ പോകുന്നത്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തേണ്ടത് ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക്, CPIMന് ആവശ്യകതയായി മാറുന്നത്?
അഭിലാഷ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്ന ഇടതുപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് അത്ര കണ്ടുള്ള ആ ഒരു സമീപനം സ്വീകരിച്ചത് തെറ്റാണെന്നുള്ളൊരു നിലപാടിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വരികയും പിന്നീട് അതിനകത്ത് മറ്റൊരു രീതിയിലുള്ള സമീപനത്തിലേക്ക് കടക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ വിമർശനം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ വെള്ളാപ്പള്ളി സ്വീകരിച്ചിരിക്കുന്ന പല നിലപാടുകൾക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച അത്ര വോട്ടുകൾ ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരമൊരു സ്വീകരിച്ച ഒരു സമീപനത്തിന് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച തലത്തിലുള്ള ഒരു ഫലം ഇടതുപക്ഷത്തിന് ലഭ്യമാകാതെ വരികയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് ന്യൂനപക്ഷം മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ SNDPയെ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പ്രൊട്ടക്ട് ചെയ്തു വരുന്ന ഒരു രീതിയിലേക്ക് ഇടതുപക്ഷം വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലപ്പുറം പരാമർശമടക്കമുള്ള മലപ്പുറം മറ്റൊരു രാജ്യമാണ്, സംസ്ഥാനമാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശം ഉണ്ടാകുന്നു. മലപ്പുറത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്ന സമയത്ത് മറ്റ് മതവിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ പോലും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ള വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പല കോണിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും അതിനെ ആ രീതിയിലുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു എന്നുള്ളത് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന SNDP വോട്ടുകളും CPM-ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ആ അടിയുറച്ച വോട്ടുകളായിരുന്ന SNDP വോട്ടുകളെ എങ്ങനെ നിലനിർത്താം അല്ലെങ്കിൽ അതിനെ എങ്ങനെ CPM-ലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലൊരു ചേർത്തുപിടിക്കൽ എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു. ഓരോ ഘട്ടത്തിലും ഈ കഴിഞ്ഞ 2 സർക്കാരുകളുടെ ഭാഗമായി നിൽക്കുമ്പോഴും പിണറായി വിജയനുമായി വളരെയധികം അടുത്ത ബന്ധം വെള്ളാപ്പള്ളി നടേശൻ അത് കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പല പ്രതിരോധ ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പരാജയമടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോഴും മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടും പഴയ മന്ത്രിസഭയുമായി കമ്പയർ ചെയ്തുമൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് രീതിയിലേക്ക് വെള്ളാപ്പള്ളി കടന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ എത്രമാത്രം SNDP വോട്ടുകൾ അടിയുറച്ച CPM വോട്ടുകളായിരുന്ന പ്രത്യേകിച്ച് ആലപ്പുഴയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കാർത്തികപ്പള്ളി അടക്കമുള്ള മേഖലകൾ, കായംകുളം അടക്കമുള്ള മേഖലകൾ, കുട്ടനാട്, അവിടെയൊക്കെ വലിയൊരു തിരിച്ചടി CPM-ന് വോട്ട് ചോർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴും BJP-യുടെ ആ വോട്ട് ഒരുപക്ഷെ CPM വിശ്വസിക്കുന്ന പോലെ തങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്തില്ല എന്ന് കരുതുന്ന ആ ഒരു ചിന്താഗതിയെ തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളെക്കാൾ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വോട്ടുകളായി നിൽക്കുന്നത് SNDP വോട്ടുകളാണ്. അത് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വേണം എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇടതുപക്ഷത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. പക്ഷേ അത് വെള്ളാപ്പള്ളി നടേശനിലൂടെ എത്രമാത്രം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, അതിന് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് ശരിയാണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് മലപ്പുറം പരാമർശം അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. അത് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ ചടങ്ങുകളിൽ ചേർത്തലയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന മന്ത്രിസഭയിലെ പല മന്ത്രിമാരും എത്തുന്നത്. അന്നും അദ്ദേഹത്തിന്റെ പരാമർശത്തെ തിരുത്തുകയല്ല മുഖ്യമന്ത്രി ചെയ്തത്, മറിച്ച് വെള്ളാപ്പള്ളിയുടെ ഒരു സംസാര ശൈലി അതാണ്, അദ്ദേഹത്തിന്റെ ഒരു നാവിന്റെ രീതി അതാണ്, അത് അങ്ങനെ കണക്കിലാക്കിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് അവിടെ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സംസാരിച്ചെന്നുള്ളതാണ്. അദ്ദേഹം വന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വന്ന് താമസിച്ച ഇടങ്ങളും ഒക്കെ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ മറ്റ് ഇപ്പോൾ ഭൂരിപക്ഷ വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനകത്തൊരു SNDPയോട് വളരെയധികം അടുത്തൊരു നിലപാട് പുറമെയുള്ള ആളുകൾക്ക് തോന്നുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശനോട് അടുത്ത നിലപാട് സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുറത്തേക്ക് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ
വെള്ളാപ്പള്ളി നടേശന് എത്രമാത്രം SNDP വോട്ടുകൾ, പ്രത്യേകിച്ച് BDJസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന SNDP വോട്ടുകൾ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിൽ അത് അത്ര കണ്ട് ഫലവത്തായി മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തിരിച്ചടി എന്ന് തന്നെ പറയാൻ കഴിയും. ശരി, പക്ഷേ അപ്പോഴും ശരണി സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ NSSന്റെ ഭാഗത്ത് നിന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണമുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ പോലും ആത്മാർത്ഥമായി ഇടപെട്ടത് CPIM ആണ് എന്ന തരത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിന്നീട് CPIMന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു എന്ന മട്ടിലൊക്കെയുള്ള പ്രതികരണം ഉണ്ടാകുന്നു. പക്ഷെ നമുക്കറിയാമല്ലോ ഈ NSS വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് പോകുന്ന ഭൂരിപക്ഷ വോട്ടുകളല്ല. നായർ സമുദായത്തിലെ വലിയൊരു വിഭാഗം എപ്പോഴും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന വോട്ടുകളാണ്. ഇപ്പോഴാകട്ടെ ഈ BJPയുടെ കടന്നുവരവ് അത് ശക്തിയാകുമ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ടുകൾ RSSലേക്കും BJPയിലേക്കും ഒക്കെ പോകുമെന്ന വിലയിരുത്തലുണ്ടാകുന്നു. പിന്നീട് ഇങ്ങോട്ട് ഏറ്റവും പ്രബല ശക്തിയായി കാണേണ്ടത് തീർച്ചയായും ഏറ്റവും അധികം, അതായത് കേരളത്തിൻ്റെ ജനസംഖ്യ തന്നെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വിഭാഗം ഉള്ളത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടെ ശരണി സൂചിപ്പിക്കുന്ന പോലെ മുഴുവൻ ഈഴവ വിഭാഗത്തെയും ഒരുമിപ്പിച്ച് നിർത്താൻ SNDPക്ക് സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് സാധിക്കണമെന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശന് സ്വാധീനമുള്ള ചില ഇടങ്ങൾ ഉണ്ട്. ഒപ്പം BDJസുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി പറയുന്നത് BDJS ഇപ്പോൾ NDAയുടെ ഭാഗമായി നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, അവിടെ നിന്ന് മാറണം എന്നുള്ളതാണ്. അപ്പോൾ ആ പോക്കറ്റുകളിൽ എങ്കിലും വോട്ടുകൾ സുരക്ഷിതമാക്കണമെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിലെ ഭൂരിപക്ഷ സമുദായത്തിലെ ഈ വോട്ടുകളെങ്കിലും ഉറപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗേ മുന്നിലുള്ളൂ. അതാണോ CPI മുന്നിൽ കാണുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതായത് ന്യൂനപക്ഷ വോട്ടുകൾ പല രീതിയിൽ പ്രതിഫലിക്കുന്ന വോട്ടുകളാണ്. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കുന്നത് UDFന് അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ പലപ്പോഴും ആ രീതിയിൽ വന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏറ്റവും അധികം സ്വാധീനിച്ച് അല്ലെങ്കിൽ അത് ആ വോട്ടുകൾ കൂടുതൽ കീഴ്പ്പെടുത്താൻ കഴിയുന്നത്, കൈക്കലാക്കാൻ കഴിയുന്നത് UDFനാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് രീതിയല്ലായിരുന്നു SNDPയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിസ്ഥാന വർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടുകൾ. അത് ഇടതുപക്ഷത്തിന് അടിയുറച്ച വോട്ടുകളായിട്ടാണ് നിലനിന്നിരുന്നത്. അത് ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകളെക്കാൾ കൂടുതൽ ഏറ്റവും അധികം ഇടതുപക്ഷത്തിന് അനുകൂല വോട്ടുകളായി നിന്നിരുന്നതും ഇത്തരം ഈ SNDP അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ വോട്ടുകളായിരുന്നു. പക്ഷേ ആ വോട്ടിങ്ങിലാണ് BDJസിലൂടെ കൊണ്ടുവന്ന് മറ്റൊരു രീതിയിലുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനായി കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ BDJസിന്റെ രൂപീകരണത്തിലും മറ്റു ഘട്ടങ്ങളിലുമെല്ലാം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറത്ത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എതിർവശത്തുകൂടി BDJസിലേക്ക് കൃത്യമായി BDJS വഴി SNDPയിലേക്ക് ഒരു വഴി തുറന്നുകൊണ്ട് ആ SNDP ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ഈഴ വോട്ടുകൾ കേന്ദ്രീകരിക്കാനായി BJPക്ക് കഴിഞ്ഞു. അത് കുറച്ചുകൂടെ പ്രായോഗികമായ തലത്തിലേക്ക് അവർക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് കായംകുളത്തൊക്കെ വലിയ തിരിച്ചടി വന്നു. പലയിടത്തും രണ്ടാം സ്ഥാനത്തേക്ക്, അമ്പലപ്പുഴ അടക്കമുള്ള മേഖലകളിൽ പലയിടത്തും രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു. രണ്ട് വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേണിലേക്ക് അമ്പലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ കടന്നു വന്നു. അപ്പോൾ ആ രീതിയിൽ അപകടകരമായ ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ BDJസിന്റെ നിലവിലത്തെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് BDJസിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുന്നണി മര്യാദ എന്നുള്ളത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത്. പക്ഷേ ആ സ്ഥിരം പറച്ചിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇത്തവണ അദ്ദേഹം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. BDJസിന്റെ യോഗം അടുത്ത ദിവസം ചേരുമെന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുറന്നു പറയും താൻ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ BDJസിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുന്നു. അതായത് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷവുമായി ചേർന്ന് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം BDJs NDAയുമായി ചേർന്ന് പോകണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചില നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, പുറമേയുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില പ്രശ്നങ്ങൾ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ കേന്ദ്ര ഈ SNDPയുടെ വോട്ടിംഗ് പാറ്റേണുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളും അതിൻ്റെ നിയമ നടപടികളും, ആ കേസുകളുമായി ബന്ധപ്പെട്ട് 200 പേർക്ക് ഒരാൾ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലേക്ക് വോട്ടിംഗ് പാറ്റേൺ നിലനിർത്തണമെന്നുള്ള ആവശ്യമാണ് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഉന്നയിക്കുന്നത്. അതിനകത്ത് കമ്പനി ആക്ട് പ്രകാരം ഒരു ഇടപെടൽ നടത്താൻ കഴിയുക കേന്ദ്രത്തിനാണ്. പ്രത്യേകിച്ച് SNDP എന്ന് പറയുന്നത് കേന്ദ്രത്തിന്, സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്ത് ശാഖകളുള്ള ഒരു സംവിധാനം
സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി കമ്പനി ആക്ട് അടക്കമുള്ള കാര്യത്തിൽ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് ഉള്ളൊരു സഹായം ഇവർക്ക് ലഭ്യമാകും എന്നുള്ളൊരു ഉറപ്പ് പല ഘട്ടങ്ങളിലായി BJP ഇവർക്ക് നൽകിക്കൊണ്ട് പോകുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസവും നടന്നിട്ടുണ്ട്. അത്തരം ചില നൂലാമാലകൾ പിടിച്ച് കൊരുത്ത് ഇടുന്ന ഒരു രീതി BDJസിനകത്തുണ്ട്. അത് നിലനിൽക്കുമ്പോൾ പോലും താഴെത്തട്ടിൽ BDJസിനകത്ത് അതൃപ്തി ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇടതുപക്ഷത്തോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന വോട്ടുകളായിരുന്നു SNDP വോട്ടുകൾ. ആ വോട്ടുകൾ പലയിടത്തും BJP അർഹമായ പരിഗണന നൽകുന്നില്ല. ജയിച്ച സീറ്റുകൾ അവർ കൈയടക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ വലിയ അതൃപ്തി ഈ തെരഞ്ഞെടുപ്പിലൂടെ വന്നപ്പോൾ പ്രവർത്തകർക്കുള്ളിൽ ഇതിൽ മാറി ചിന്തിക്കണമെന്നുള്ള അഭിപ്രായം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ ഇനി എത്രമാത്രം പ്രായോഗികമായ രീതിയിൽ CPM ഉപയോഗിക്കും എന്ന് വേണം കണ്ടറിയാൻ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കും. ആ ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ചത് പൊതുവിൽ UDFന് ഗുണകരമായി എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കേരളത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാൽ, അതിൽ തന്നെ ജാതി വിഭാഗങ്ങളെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വിഭാഗം ഉള്ളത് ഈഴവ് വിഭാഗം തന്നെയാണ്. ഏതാണ്ട് 27% മുകളിൽ ഈഴവ് വിഭാഗം മാത്രം ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തെ അനുകൂലിച്ചിരുന്ന വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കുക എന്നതും ഇടതുപക്ഷത്തിനും CPIഎമ്മിനും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ തൽക്കാലം തള്ളിപ്പറയുക എന്നത് CPIഎമ്മിന് സാധിക്കുന്ന ഒന്നായി ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല.